ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബോക്സാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും മിസ്സാകാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കണം. ഇത് സാധാരണ ബീഫ് മസാല തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. ഇപ്പോൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ബോക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 10 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ബൗളിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒരു പേസ്റ്റായിട്ട് എടുക്കണം. നമുക്ക് ഈ ബ്രെഡൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ശേഷം ഇതിൻ്റെ 4 സൈഡിലും നമുക്ക് ഈ മൈദ മിക്സ് വെച്ചിട്ട് ഒന്ന് വിരൽ കൊണ്ട് ഒന്ന് തേച്ച് കൊടുക്കണം. നമുക്ക് വേറൊരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 4 വശത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ശേഷം മറ്റൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ സൈഡും ഒന്ന് കൈകൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ മുഴുവൻ സ്നാക്കും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി വേറൊരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ 4 വശത്തും മൈദ തേച്ച് പിടിപ്പിക്കുക. കൈവെള്ളയിൽ വെച്ചതിന് ശേഷം 4 വശവും മൈദ തേച്ചതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് 1 ടീസ്പൂൺ നമ്മുടെ ബീഫിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ശേഷം മറ്റൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് മറ്റേ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡ് വശങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ബോക്സും ഒട്ടിച്ചെടുക്കണം. എല്ലാ സൈഡും ഒട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ മസാല താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മുഴുവൻ ബോക്സും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു എഗ്ഗ് കൂടി ചേർത്തിട്ട് ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് വശം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബീഫ് ബോക്സ് എടുത്തിട്ട് ഇതുപോലെ എഗ്ഗ് മിക്സിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒന്ന് കവർ ചെയ്തെടുക്കണം. ഈ എഗ്ഗ് മിക്സിൽ നന്നായിട്ടൊന്ന് 4 വശവും മുക്കി കൊടുക്കണം.
അതുപോലെ മുകൾ വശവും അടിവശവും ഒക്കെ നന്നായിട്ടൊന്ന് എഗ്ഗ് മിക്സിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ബോക്സും എഗ്ഗ് മിക്സിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒന്ന് കവർ ചെയ്ത്. ഇപ്പോൾ മുഴുവൻ ബോക്സും ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ബീഫ് ബോക്സ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് കരിഞ്ഞു പോകും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊണ്ടേ ഇരിക്കണം. ഇതുപോലെ നമ്മൾ ബീഫിൻ്റെ മസാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കുകളിൽ ഒന്നാണിത്. വളരെ ഈസിയും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ സ്നാക്കും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മുഴുവൻ സ്നാക്കും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ മിസ്സാകാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.